വിശ്വാസമില്ലാഞ്ഞിട്ടല്ല ഇവിടെ പറയുന്നത്. എബ്രായ ലേഖനം വ്യക്തമായി പറയുകയാണ്, അതുകൊണ്ട് നിനക്ക് വേണ്ടി ഒരു പുരോഹിതന് ഉയരത്തിലുള്ളത് കൊണ്ട് മാറുന്ന പുരോഹിതനല്ല, മാറാത്തവൻ പാട്ടുകാരൻ പാടിയതുപോലെ മാറാത്ത സഹിതന് ഓരോ ദിവസവും ചാരുന്നെന്ന് പറഞ്ഞ് സിയോൻ യാത്രയിലായിരിക്കുന്ന ദൈവത്തിന്റെ മൈതനെ നീ ക്ഷീണിക്കുമ്പോൾ വിശ്വാസം മുറുകെ പിടിച്ചുകൊള്ളുക. ഈ മഹാവിരോധത്തിന്റെ അടുക്കൽ അടുക്കാൻ, അടുത്തിടപെടാൻ, അടുത്തു നിന്ന് വിടുതൽ പ്രാപിക്കാൻ ഒറ്റ ഒരു വാചകം മാത്രമേ ഉള്ളൂ, ഒറ്റ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ, ഒറ്റ ഒരു കമ്മ്യൂണിക്കേഷനേ ഉള്ളൂ. നിന്റെ വിശ്വാസം. ഹല്ലേലൂയ. നിന്റെ വിശ്വാസം എന്ത് ചെയ്യണം? മുറുകെ പിടിച്ചുകൊള്ളണം. വിശ്വാസം മുറുകെ പിടിക്കുമ്പോൾ അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനായി ഇന്ന് രാത്രികൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സദാപക്ഷപാതം ചെയ്യുന്നവനാണ്. ഏകയാഗത്താൽ സദാകാലത്തേക്കും സദ്ഗുണപൂർത്തി വരുത്തിയ ഈ ശ്രീ യേശു ഈ ദിവസങ്ങളിൽ നമ്മുടെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കട്ടെ. അവന്റെ മഹത്വം നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടട്ടെ. നിന്റെ കോട്ടേജ് മീറ്റിംഗുകളിൽ വെളിപ്പെടട്ടെ. നിന്റെ ആരാധന സ്ഥലങ്ങളിൽ വെളിപ്പെടട്ടെ. അവൻ നിന്റെ പ്രാർത്ഥനയിൽ വെളിപ്പെടട്ടെ. ആരാധനയ്ക്ക് യോഗ്യനായവൻ അവൻ മാത്രമാണ്. വചനത്തിന്റെ ഡീപ്പ് ഭാഗത്തേക്ക് ഈ രാത്രിയിൽ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അവന്റെ ആശയങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. അവൻ ഇപ്പോൾ നമുക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് അത്ര പ്രവേശിച്ചത്. ഈ രാത്രി നമുക്ക് വേണ്ടി സ്വർഗമുണ്ട്. ഒരു പുരോഹിതനിൽ പുരോഹിതനായവനുണ്ട്, കൈക്ക് പിടിക്കാൻ കൊള്ളാവുന്ന ഒരുവനുണ്ട്. നാം അറിയുന്നതിനേക്കാൾ നമ്മുടെ വിഷയങ്ങൾ അറിഞ്ഞ് നടത്തി നമ്മെ സഹായിച്ച് നമ്മെ നടത്തേണ്ടതുപോലെ നടത്തി ആത്മാവ് വേണ്ടുപോലെ തുറന്നു പ്രാർത്ഥനയുടെ മറുപടി തരാൻ ഉയരത്തിൽ ഒരുവൻ നിനക്ക് വേണ്ടി വസിക്കുന്നു. അവൻ സകലത്തിനും ലാഭം, സകലത്തിനും കാരണഭൂതനായവൻ അനേകപുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ രക്ഷാനായകൻ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാകുന്നത് ദൈവത്തിൻ്റെ നീതിയായിരുന്നു, ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ആ പദ്ധതിയിലാണ് എനിക്ക് നിങ്ങൾക്ക് വിടുതൽ ലഭിച്ചത്. ആ വിടുതലോർത്ത് ഇന്ന് രാത്രി ആത്മാവിൽ ശ്രമിക്കുന്ന ദൈവമൈതനെ, പാപമൊഴികൾ സർവത്തിലും തുല്യനായി പരീക്ഷിക്കപ്പെട്ട യേശു പുരോഹിതനിൽ പുരോഹിതനായി നിനക്ക് വേണ്ടി ഈ രാത്രിയിൽ വസിക്കുന്നത് കൊണ്ട് I will never leave you nor forsake you. നിന്നെ അവൻ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഈ രാത്രി ഭാരത്തോട് കടന്നു വന്ന ജീവിതങ്ങളെ ഹല്ലേലൂയ വിശ്വാസ ജീവിത യാത്രയിൽ എൻ്റെ യേശു നിന്നോട് പറയുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കൾക്ക് കഷ്ടതകളും ഭാരങ്ങളും ഉണ്ടെങ്കിലും ഒരുവൻ ഉയരത്തിൽ ഇന്ന് രാത്രിയുണ്ട്. നിന്റെ അറിയിലെ രഹസ്യങ്ങൾ അറിയുന്ന ഒരുവൻ ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. എബ്രായ വിശ്വാസികൾ ക്ഷീണിച്ചു പോയപ്പോൾ അവന്റെ പ്രത്യക്ഷത വെളിപ്പെടുത്തി കാണിച്ചു കൊടുത്തുകൊണ്ട് ഉറപ്പുവരുത്തുകയാണ് ഈ വചനത്തിലൂടെ ചെയ്യുന്നത്. മൂന്നാമത്തെ ഭാഗത്തേക്ക് അവൻ മണിക്കൂറുകൾ സംസാരിക്കേണ്ട ഭാഗമെങ്കിലും ഞാൻ വളരെ വേഗത്തിൽ ഈ ഭാഗങ്ങൾ അവസാനിപ്പിക്കുവാനാകും. 28ാമത്തെ വാക്യം, അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു, തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. അവൻ കർത്താവിന്റെ മൂന്നാമത്തെ പ്രത്യക്ഷതയുടെ ഭാഗമാണ് ഇവിടെ താൻ വെളിപ്പെടുത്തിയത്. അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലിന് വേണ്ടി പുരോഹിതനായ ശ്രീയേശു ഉയരത്തിൽ വസിക്കുന്നു, മഹാപുരോഹിതനായിരിക്കുന്നെങ്കിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഇന്നും പക്ഷപാതം ചെയ്ത് നമ്മെ വെടിവെക്കുന്ന യേശു ഉയരത്തിലുണ്ട്, വാസ്തവമാണ്. എന്നാൽ ഇനിയും പറയുകയാണ്, ഇനി തന്നെ ആമേൻ സ്നേഹിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി അവനിതാ വരാൻ പോകുകയാണ്. നമുക്കത് എത്ര അതിശയകരമായ വചനങ്ങൾ അത് ചേർത്ത് പഠിപ്പിക്കുകയാണ്. പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഒന്നാമത്തെ വരവ് പാപപരിഹാരത്തിനായി വന്നാൽ, ഇത് രണ്ടാമത്തെ തന്റെ വരവിന്റെ രണ്ട് ഘട്ടങ്ങളിൽ ആവേശോത്രം തന്റെ വരവിന്റെ ആ ഒന്നാമത്തെ ഭാഗം നമുക്കറിയാം. രണ്ടാമത്തെ വരവിന്റെ ഒന്നാം ഘട്ടം തന്റെ വിശുദ്ധന്മാരെ തന്റെ പുനരാഗമനം ഏറ്റവും അടുത്തിരിക്കുകയാണ്. അവൻ അതിന്റെ വരവിന്റെ എല്ലാ ലക്ഷണങ്ങളും നമ്മളെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ തനിക്കായി കാത്തു നിൽക്കുന്ന
എല്ലാവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഇവിടെ പറയുന്നത് മഹത്വ പ്രത്യക്ഷതയുടെ ഭാഗമല്ല. ഈ ഭാഗത്ത് പറയുന്നത് തന്റെ രഹസ്യ വരവ്. കള്ളനെ പോലെ വരും, തന്റെ ജനത്തിന് വേണ്ടി വരും, തന്റെ നാമത്തെ സ്നേഹിച്ച് ആരാധിച്ച് അവൻ കണ്ണുനീർ വാർത്ത് ഓരോ ദിവസവും നോക്കി പാർക്കുന്ന വിശുദ്ധരെ ചേർക്കാം. അവനിത് വേഗം വരികയാണ്. അതുകൊണ്ട് നീ ക്ഷീണിച്ചു പോകരുത്. അവൻ ഒരിക്കലും അർപ്പിക്കപ്പെട്ടു, അവൻ ഒരിക്കലും അർപ്പിക്കപ്പെട്ടു, ഒരിക്കൽ നിനക്ക് വേണ്ടി തകരപ്പെട്ടു. അത് സാധ്യമായ വിഷയമാണ്. എന്നാൽ അവൻ നിന്നെ ചേർക്കാൻ ഇപ്പോൾ സ്വർഗത്തിലായിരിക്കുകയാണ്. ഇനി തന്റെ റോയൽ ക്രൗഡിൽ അവൻ വരാൻ പോകുകയാണ്. അവൻ സ്വന്തം വല്ലുകയ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന്റെ രണ്ടാമത്തെ വരവിന്റെ രണ്ട് പതനങ്ങൾ പഠിച്ചിരിക്കുന്ന ദൈവമക്കളുടെ ഉണ്ടല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം വിശുദ്ധ സഭ യേശുവിനെ കാത്തിരിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വൈതലെ യേശു വരുന്നത് നീ കാത്തിരിക്കുന്ന ദൈവവൈതലെങ്കിൽ അവന്റെ പ്രത്യക്ഷത നിന്റെ ജീവിതത്തിൽ ചേഞ്ച് വരുത്തുകയാണ്. നമ്മെ ചേർക്കുന്ന, നമ്മെ ചേർത്ത് നടത്തുന്ന ഈ ശ്രീ യേശു നമ്മെ വീണ്ടെടുത്തെങ്കിൽ നിന്നെ വന്ന് ചേർക്കും. യേശുക്രിസ്തുവിന്റെ വരവ്, കർത്താവിന്റെ വരവ് നമ്മുടെ വലിയ ഒരു ആകാംക്ഷ വിഷയമാണ്. സഭയുടെ ഒരു വലിയ വിടുതലിന്റെ വിഷയമാണ്. അത് പല രീതികളിൽ പഠിക്കുകയും പ്രസംഗിക്കുകയും പ്രാപിക്കുകയും ചെയ്തിട്ടുള്ള ദൈവമക്കൾ ഇവിടെയുണ്ട്. എനിക്കറിയാം. എനിക്ക് മനസ്സിലാക്കുന്ന ഒരു വലിയ കാര്യം, എന്റെ ജീവിതത്തിൽ ഏതെല്ലാം ഭാരങ്ങളും വേദനകളും വന്നാൽ യേശു വരുമെന്നുള്ള ചിന്ത വന്നു കഴിയുമ്പോൾ എല്ലാം തന്നെ അങ്ങ് മാറിപ്പോകും. മൂന്നാമത്തെ ഭാഗം ഈ ഭക്തൻ രേഖപ്പെടുത്തുകയാണ്. സഭ കാത്തിരിക്കുകയാണ്. അവൻ വീണ്ടും വരും. ഈ രണ്ട് പ്രത്യക്ഷതയും പ്രാധാന്യമുള്ളതാണെങ്കിലും മൂന്നാമത്തെ പ്രത്യക്ഷത എടുത്തു പറയുകയാണ്. ആരാ ആരാ തനിക്കായി കാത്തു നിൽക്കും. രാത്രി ഏതാനും മിനിറ്റുകൾ നാം കണ്ണുകൾ അടച്ച് ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. പക്ഷെ ഒരു കാര്യം മറക്കരുത്, ഏതെല്ലാം വിടുതലുകളും ഏതെല്ലാം അനുഗ്രഹങ്ങളും ഈ ദിവസങ്ങളിൽ ദൈവസഭയിൽ ദൈവം ആഗ്രഹിക്കുന്നു, തന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു, അതൊക്കെ നിങ്ങൾക്ക് നൽകുന്നുവെങ്കിലും നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം യേശുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത്ഭുതമായ സകല വിഷയങ്ങളും അടുത്ത ദിവസങ്ങളിൽ സമയമുണ്ടെങ്കിൽ ഓർപ്പിക്കാം. അവൻ 1948 മെയ് മാസം 14-ാം തീയതി അർദ്ധരാത്രി ഇത് അതി തളർത്തു കഴിഞ്ഞു. യഹൂദനൊരു രാഷ്ട്രമായി അത്ഭുതമായ വിഷയങ്ങൾ രാജ്യങ്ങൾ തളർത്തു കഴിഞ്ഞു. അവൻ സ്വാതന്ത്ര്യം അനുഭവിച്ചു. അന്ന് മുതൽ തുടങ്ങിയ അവൻ അനുഭവങ്ങൾക്ക് മാറ്റം വന്നിരിക്കുന്നു. യേശുവിന്റെ വരവ് അടുത്തിരിക്കുകയാണ്. അതെനിക്ക് വലിയ ഇഷ്ടമുള്ള വിഷയമാണ് എന്ന ഭാഗത്തേക്ക് അവൻ ചുരുക്കി പറഞ്ഞുകൊണ്ട് ഈ രാത്രി അവസാനിപ്പിക്കട്ടെ. എന്നാൽ വിശുദ്ധ സഭയെ നീ കാത്തിരിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി എന്റെ കർത്താവ് വന്നാൽ എടുക്കപ്പെടുമെന്ന് ബോധ്യമുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കുരളെടുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന്റെ സ്നേഹമുള്ളിൽ പ്രാപിച്ച് ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, യേശു നമ്മുടെ വിഷയമാണെങ്കിൽ, യേശു നമ്മുടെ ആരാധന പുരുഷനാണെങ്കിൽ, ആരാധനയ്ക്ക് അവൻ യോഗ്യനാണെങ്കിൽ, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ പ്രത്യക്ഷനാകുകയാണ്. യേശു കർത്താവിന്റെ മധ്യാകാശ വരവിനെ പറ്റിയുള്ള ഭാഗങ്ങൾ വളരെ വളരെ പഠിക്കുന്നത്, പ്രാർത്ഥിച്ച് പ്രാപിച്ചെടുക്കുന്നത് നല്ലതാണ്. യേശു വരുമെന്നുള്ളതിന്റെ 5 വിധ സാക്ഷ്യങ്ങൾ ഈ രാത്രി പറയുവാൻ ഞാൻ സമയമെടുക്കുന്നില്ല. ഇതിനൊരു കാര്യം പറയാം, യേശു കർത്താവ് പറഞ്ഞ പോയിന്റുകളും അതിന്റെ ആശയങ്ങളും നോക്കിയാൽ ഇതൊരു കെട്ടുകഥയല്ല. നമുക്കറിയാം, ഇതേതെങ്കിലും ചരിത്രത്തിൽ മറഞ്ഞു കിടക്കുന്ന വിഷയമല്ല. ഏതെങ്കിലും പുതിയ രാക്ഷസന്മാരുടെ കൈകളിൽ പൊട്ടിയ പുറത്തു വന്ന ഏതെങ്കിലും തത്വജ്ഞാനമല്ല. വിശ്വസിക്കുന്ന ദൈവമേ, വിശ്വാസത്താൽ പ്രാപിക്കുന്ന സത്യമാണിത്. ഇന്ന് രാത്രി അസംബ്ലി സ്കോളിൽ ആരാധിക്കുന്ന ദൈവമക്കളെ, വിവിധ ഇടങ്ങളിൽ
humble heart. ഹൃദയം കലക്കുമെന്നറിയാം. ഉയരത്തിൽ മൽക്കീസേദെക്കിന്റെ ഗുണപ്രകാരം യേശു ഉയരത്തിൽ ഉണ്ടെങ്കിലും നാം ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ കർത്താവിനറിയാം തന്റെ ശിഷ്യന്മാർ എന്ത് ചെയ്യും? കലങ്ങിപ്പോകും. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഉടനെ പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ ഇത് ചെയ്യാൻ പോവാ, ഭവനം സ്ഥലമൊരുക്കാൻ പോയിരിക്കുകയാണ്. അനേക മാൻഷൻസുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുക്കി കഴിഞ്ഞാൽ നിങ്ങളെ വന്ന് ഞാൻ എൻ്റെ അടുക്കല് ചേർത്തുള്ളൂ. ഒരു വലിയ ആശയം തന്നെയാണ്. എനിക്ക് മണിക്കൂറുകൾ പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. നിന്റെ വീണ്ടെടുത്ത സമയം മുതൽ നിന്റെ നാളും നിനക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ ഒരുങ്ങാറുണ്ടോ? Are you prepared to that? He is coming very soon. ഇതിന് വിടുതലിന്റെ മീറ്റിംഗിനേക്കാൾ ഉപരിയായി പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു ഒരുക്കത്തിന്റെ മീറ്റിംഗ്. ഞാനിവിടെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞത് പ്രിപ്പറേഷൻ. കഴിഞ്ഞ നാളുകളേക്കാൾ ഉപരിയായിട്ട് ഇന്ന് രാത്രി ഒരു പ്രിപ്പറേഷൻ കർത്താവ് ആഗ്രഹിക്കും. പ്രിപ്പറേഷന് വേണ്ടിയാണ് ഈ മെസ്സേജ് ഇന്ന് രാത്രി നിങ്ങൾക്ക്. ഇതിനുശേഷം ആരാധിക്കും ദൈവശബ്ദങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. യേശു തന്റെ മധ്യാകാശ വരവ്, തന്റെ രണ്ടാമത്തെ വരവ് അടുത്തിരിക്കുന്നത് കൊണ്ട് തന്റെ ശബ്ദം പറയുകയാണ്. നേരിട്ട് എന്റെ യേശു പറഞ്ഞു, ഞാൻ പോയതുപോലെ വരും. നിങ്ങളതുകൊണ്ട് കലങ്ങി പോകരുത്. നിങ്ങളതുകൊണ്ട് കലങ്ങി പോകരുത്. നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്. ഞാൻ വരുന്നിടം വരെ നിങ്ങൾ നോക്കി കാത്തിരിക്കണം. പലതും കണ്ടു നീ പരമചയപ്പെട്ടു പോകരുത്. പലതും കണ്ടു നീ തളർന്നു പോകരുത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി ജീവിതങ്ങളോട് സംസാരിക്കുന്നു. തളർന്നു പോകരുത്. അവനിത് വരാൻ പോകുകയാണ്. അവന്റെ വരവ് അടുത്തിരിക്കുകയാണ്. അവൻ എന്നാ എന്റെ യേശു നേരിട്ട് പറഞ്ഞു, നീ ക്ഷീണിച്ചു പോകണ്ട, നീ ഹൃദയം തകരണ്ട, നീ ഭാരപ്പെടണ്ട. I'm preparing a house for you. ഞാൻ നിനക്ക് വേണ്ടി ഒരു വീട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മനോഹര പാർപ്പിട നിനക്ക് വേണ്ടി ഒരുക്കുന്നെങ്കിൽ ഇന്ന് രാത്രി അല്പസമയത്തേക്ക് സകല ഭാരവും കൊണ്ട് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ട സ്ഥിരതയോടോട് ഈ നാളുകളിൽ വചനം പഠിക്കുന്ന ദൈവമേ, ബൈബിൾ ക്ലാസ് കേൾക്കുന്ന ദൈവമേ, ഇന്ന് രാത്രി നീ ഉറക്കാൻ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ഗുരമാന ഹത്തുരാദക ഹത്തുരാദക ശൗഖ ഗുരമാന ഹത്തുരാദക ഹൗതാരകസിയ. ഇന്ന് രാത്രി ഒരു സമയം നോക്കണ്ട, ആത്മാവിൽ ആരാധിക്കാൻ പോവുകയാണ്. ദൈവ സാന്നിധ്യം നിങ്ങളെ തിറങ്ങുന്നത് നിങ്ങൾ കാണാൻ പോവുകയാണ്. എങ്ങനെയാണ്? പ്രത്യക്ഷ കരങ്ങളിലല്ല, സ്വർഗീയ കര നിന്റെ മേൽ വ്യാപരിക്കുകയാണ്. ഇത് ആകാശത്തിലൂടെ കടന്നുപോയവൻ, ഈ സ്വർഗത്തിലെ ദൈവമായ കർത്താവ് എനിക്ക് വേണ്ടി ഉയരത്തിലേക്ക് പോയെങ്കിൽ അവനിതാ നിന്റെ വന്ന് ചേർക്കും. അതുകൊണ്ട് നീ ക്ഷീണിച്ചു പോകരുത്. പാടി ആരാധിക്കുക. നീ തളർന്നു പോകരുത്. അവൻ നിന്നെ പരാജയപ്പെടുത്തുക. പല രീതിയിൽ നോക്കുന്നത് നിന്റെ വിഷയത്തിന് വേണ്ടി അല്ല. നീ സ്വർഗത്തിലെത്താതിരിക്കാനാ, നീ നിത്യതയിലെത്താതിരിക്കാനാ, യേശുവിനടുത്ത് എത്താതിരിക്കാനാ. സാധാരണ അതിന്റെ പദ്ധതികള് അധർമ്മം പെരുകുന്നു, അനേകരുടെ സ്നേഹം തടുക്കുന്നു. ആശയോഗ്യനോ അധർമ്മ പൂർത്തിയായവൻ വെളിപ്പെടാൻ സമയമായിരിക്കുന്നു. അതിനപ്പുറത്ത് ഇന്ന് രാത്രി നീ വിശ്വസിക്കുക, വരാനുള്ളവൻ വരാ. Hallelujah. 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 എന്റെ യേശുവിന്റെ the second appearance, അവൻ ആ പ്രത്യക്ഷത പറഞ്ഞതിന് ശേഷം the third appearance, he is coming very soon. അവൻ തീർച്ചയായിട്ടും അവൻ വരിക തന്നെ ചെയ്യും. എന്റെ യേശു നേരിട്ട് പറഞ്ഞു, ഞാൻ പോയതുപോലെ വരും. നമുക്കറിയാം ഒരു വാക്യം, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിൽ